ബിസിനസ് ലളിത ജയചന്ദ്രൻ. ഇന്നെന്താണെന്നറിയാമോ? വേണ്ടോ ട്രൈപോഡ്. പക്ഷേ ഇത് സംഭവം ഒടിഞ്ഞുപോയി. ഏടെ ദേഷ്യം വന്നിങ്ങനെ പെട്ടെന്ന് തട്ടി നീക്കിയപ്പോഴത്തേക്കും ഇവിടെ ടേബിളിൽ ഇരുന്നപ്പോൾ കണ്ടപ്പോൾ ദേഷ്യം വന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തട്ടി നീക്കിയപ്പോൾ ഇത് ഒടിഞ്ഞുപോയി. ഇത് ശരിയായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അത് വലിയ ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല. അതായത് നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് മേടിച്ചതാണ്. പക്ഷെ കുറേ വർഷം ഞാൻ ഉപയോഗിച്ചു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഞാനത് കുറേ വർഷം ഉപയോഗിച്ചു. പക്ഷേ ഇങ്ങനെ തട്ടി നീക്കിയപ്പോൾ എന്തായി ഇതിങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കാമായിരുന്നു, പക്ഷെ മടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പുതിയൊരെണ്ണം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഇതിപ്പോൾ അവിടെ ഇങ്ങനെ ഉപയോഗമില്ലാതിരിക്കുകയാണ് അല്ലേ. അപ്പം പണ്ടുള്ളവർ പറയുന്ന പോലെ വല്ലഭന് പുല്ലുമായുധം എന്ന് പറഞ്ഞ പോലെ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്ക് എന്ത് കിട്ടിയാലും അത് വേറെ എന്തെങ്കിലുമായിട്ട് മാറുമല്ലേ. അപ്പം നമുക്ക് ക്രിസ്മസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടിയതാണ്. ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ചെയ്തു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ ചായ മാറ്റാം. ഓക്കെ, അപ്പോൾ ചായ മാറ്റുന്ന സമയത്ത് ഞാൻ കാണിക്കാം ബാക്കി. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഗ്ലൂഗൺ ആയതുകൊണ്ട് ആയിട്ടില്ല. കുറച്ച് നെല്ലും കൂടെ വെച്ച് കൊടുക്കാം. അത് ഉണങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ട് പിടിച്ചു. ഓക്കെ, അപ്പോൾ അന്നത്തെ ദേഷ്യത്തിൻ്റെ പുറത്ത് ഞാനിത് പൊട്ടിക്കാതെ വേറെ വാങ്ങിച്ചതാണ്. പക്ഷെ അത് ഇന്ന് ഗുണം ചെയ്തു അല്ലേ. നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് എത്രയാണോ നമുക്ക് കൂട്ടി ഒക്കെ വയ്ക്കാം. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കണ്ടോ, ഇതിൻ്റെ ബുഷ് പോയി, പെട്ടെന്ന് ഡാമേജ് ആയി പോയൊരു സാധനമാണ്. തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇത്രയും ഹൈറ്റിൽ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇതിനകത്ത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനം ഇതൊക്കെ ഞാൻ കുറച്ച് എൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും പേര് കാണും ഇതിന്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മേടിച്ചു. അത് കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരെണ്ണം ഞാൻ ഡിഫറെൻറ്റ് കളറിൽ മേടിച്ചതാണ്. ഇടയ്ക്ക് ഒരെണ്ണം ഒരു ഡിഫറെൻറ്റ് കളറായിട്ട് കൊടുക്കാമെന്ന്. പിന്നെ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഉണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഫെവിബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. പിന്നെ അതല്ല എങ്കിൽ നമുക്ക് ഗ്ലൂഗൺ വെച്ച് തന്നെ ചെയ്യാം. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഗ്ലൂഗൺ ആകുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ പെട്ടെന്ന് ഒട്ടും. ഇത് ഒട്ടിപ്പിടിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. നമ്മൾ ഇച്ചിരി നേരം ഒന്ന് അമർത്തി പിടിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടിക്കാൻ പ്രയാസമായിരിക്കും. ഞാനിപ്പോൾ ഇരുന്നിടത്ത് എനിക്ക് പ്ലഗ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഗ്ലൂഗൺ ഉപയോഗിക്കാതിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നി. എന്തായാലും നമ്മളത് കറക്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നിന് താഴെ ഒന്നായിട്ട് ആദ്യം ഏറ്റവും മുകളിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് കളറാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇച്ചിരി ഡാർക്ക് കളറായിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് സാധനങ്ങൾ, വലിയ വിലയുള്ളതൊന്നുമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഗ്ലൂഗണ്ണാണ് കുട്ടികളുടെ കൈ കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോണം. അത് കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കൊടുക്കുമ്പോൾ ഗ്ലൂഗണ്ണൊക്കെ കൊടുക്കുന്നത് സൂക്ഷിച്ച് വേണം. ഞാൻ പിന്നീട് ചെയ്തതിലോ താഴോട്ട് ചെയ്തതിലോട്ട് എന്താണെന്നറിയാമോ, ഒട്ടിക്കാൻ പോയില്ല. അത് മറ്റേ മേളത്തിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് കണ്ടു. അപ്പോൾ അതൊക്കെ അങ്ങ് കയറ്റി വെച്ചു കൊടുത്തു. അങ്ങനെ ഇത്തിരി ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുന്നതിന് പകരം മറ്റേലോട്ട് അങ്ങ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. പിന്നെ താഴോട്ട് ചെയ്തതിലൊന്നും ഞാൻ പിന്നെ ഗ്ലൂഗൺ വെച്ചില്ല. കണ്ടോ, അതിങ്ങനെ കോർത്ത് വെച്ചങ്ങ് പോയി. അപ്പോൾ ഇടയ്ക്ക് മറ്റേ അല്ലാതെ ഒരു ഡിഫറെൻറ്റ് കളർ അതും കൂടെ ഒട്ടിച്ചു. അത് കഴിഞ്ഞ് ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നമ്മൾ ഒട്ടിച്ചു പോവാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായില്ലേ കാണാൻ. കണ്ടോ, നന്നായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇങ്ങനെ ട്രൈപോഡിനകത്ത് ഒരു ക്രിസ്മസ് ട്രീ വരുന്നത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. എന്നാലും നമുക്കിങ്ങനെ ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, എന്താ അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ലൊരു ഹോം ഡെക്കറായിട്ട് ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണിത്. ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ എന്തിനാണ് ഈ ആക്രിയൊക്കെ പിറക്കി ഇങ്ങനെ വെക്കുന്നതെന്ന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാനത് ഉപയോഗിക്കാൻ എടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായമൊക്കെ പറയുക. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.